ഇപ്പൊ ആദ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ പീഡത്തിന്റെ കേസ് ഉണ്ടായപ്പോൾ പറഞ്ഞതാണ് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ പീഠം കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങൾക്കൊക്കെ വലിയ പുണ്യവാളനായിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞതൊക്കെ വേദവാക്യമായിരുന്നല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കായിരുന്നു യഥാർത്ഥത്തിൽ വേദവാക്യമായിരുന്നത്, ആരുടെ പുണ്യാളനും ആരുടെ പാർട്ണറുമായിരുന്നു എന്നുള്ളതടക്കം കാര്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ പൊളിയുന്നത് വരെയുള്ള ഈ ആത്മവിശ്വാസ പ്രകടനം എത്ര നാൾ കണ്ടു നിൽക്കേണ്ടി വരും? അതാണ് മാധു ഞാനും പറഞ്ഞു. അതിനുമ്പ് ഞാൻ ഇത്തിരി ഗോപം പറഞ്ഞൊരു ഉത്തരം കൊടുത്തിട്ട്, ഒന്ന് ഈ കൊടകര കേസൊക്കെ എന്നേ തേഞ്ഞുമാഞ്ഞു പോയത് നിങ്ങളുടെ സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്, നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിക്കുന്നത്, എന്തായി എന്തേലും ആയ ഒന്നും ആയില്ലല്ലോ. വെറുതെ അങ്ങോട്ട് ഒരു നിങ്ങളുടെ ഒരു പെരുംകൊള്ള അമ്പലത്തിലെ ക്ഷേത്രക്കൊള്ള വിളിക്കുമ്പോഴത്തേക്ക് ഇമാതിരി കള്ളക്കഥകളൊന്നുമായിട്ട് വരരുത്. കൊടകര കേസൊക്കെ പോലീസ് അന്വേഷിച്ച റിപ്പോർട്ട് അടക്കം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിരുന്നേ, അതിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് വേണ്ട, ഇവരുടെ പോലീസ് അല്ലേ അന്വേഷിക്കുന്നത്, അന്വേഷിക്കട്ടെന്ന് അല്ല, ഇവരുടെ പോലീസ് അല്ല ഇപ്പൊ അന്വേഷിക്കുന്നത്. അവരന്വേഷിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടെ അത് കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയിരുന്നു. അവിടെയാണ് ED 3 കൊല്ലം അതിന് മുന്നിൽ അടയിരുന്നത്. ആ കേസിലേക്ക് പോകാതിരിക്കുന്നതാണ് ശ്യാമ നല്ലത്. ഇത് പറയും കൊടുത്തിട്ട് പറയട്ടെ. ഇനി രാജീവ് ചന്ദ്രശേഖർ 23 വർഷം മുമ്പ് സുപ്രീം കോടതിയിൽ തീരുമാനമായിട്ടൊരു കേസ് വന്നിട്ട് അത് BPL ലിമിറ്റഡുമായിട്ട് അദ്ദേഹത്തിന് ഒരു കാലത്ത് ഒരു ഷെയർ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഉടമസ്ഥ ഉണ്ടായിരുന്ന BPL മൊബൈൽസ് ആണ്. അത്തരത്തിലുള്ള കള്ളക്കഥകളൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന പൊളിഞ്ഞടങ്ങിയില്ല, ഊതി വീർപ്പിച്ച് ബലൂൺ പോലെ പൊട്ടിപ്പോയില്ല. കേരളത്തിൽ ചർച്ചയായോ? നിങ്ങൾ DYFIക്കാർ കുറെ സമരങ്ങളൊക്കെ ആയിട്ട് വന്നല്ലോ, എന്താ ഏറ്റെടുക്കാൻ വേണ്ടി പറ്റാതെ പോയത്? അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു. 23 കൊല്ലം മുമ്പ് തേഞ്ഞു മാഞ്ഞോ ഇല്ലാതെ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു കേസ്, അതും വെച്ചിട്ട് നിങ്ങൾ ഇതിനെ ബാലൻസ് ചെയ്യാനൊന്നും നടക്കൂല. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ബാധ എന്നോട് ചോദിച്ചു പറഞ്ഞ തിരഞ്ഞെടുപ്പിന്റെതാണോ? ഇവിടെ തുടക്കത്തിൽ ഇവർ പറഞ്ഞ എന്താണ്, ആഗോള സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം കൊടുക്കുന്നത്. അതിനാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പൊ അവസാനം വന്നു നിൽക്കുന്ന പോയിന്റ് എവിടെയാണ്? കടകംപള്ളി സുരേന്ദ്രൻ എന്ത് ചെയ്തു? ഇവർ പറഞ്ഞ ഏതോ ഒരു പോറ്റിക്ക്, ഇവർ പറഞ്ഞ ഒരു അവതാരത്തിന്, ആ അവതാരത്തിന് ശുപാർശ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ജാമ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒന്നും ആലോചിച്ച് നോക്ക്. അതായത് ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിയതോ കൊണ്ടുപോയതോ അല്ലെങ്കിൽ ഇവരുടെ ഈ റെക്കോർഡ്സുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറയുകയാണ് മുൻ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി. അതായത് ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നടന്നൊരു കാര്യത്തിനകത്ത് അദ്ദേഹം ആ ദേവസ്വത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അതാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് കഴിഞ്ഞ ഇത്രയും കാലങ്ങളായി ശബരിമലയിലെ സ്വർണ്ണമായോ വിലപിടിപ്പുള്ള വസ്തുക്കളിന്മേലും ഉണ്ടായിരുന്ന നിരീക്ഷണം എത്രത്തോളം ദുർബലമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമ്മുടെ മുന്നിലേക്ക് വെക്കപ്പെടുകയും ചെയ്തു.